നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ രാവിലെ 8 മണിയോടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ കൊച്ചി നഗരത്തെ ആകെ ഞെട്ടിച്ച സംഭവം. മണിക്കൂറുകൾക്കകം പ്രതി പിടിയിൽ. 7ാം നിലയിലെ ടെറസ്, സംശയത്തിന്റെ ഗന്ധം, 15 മിനിറ്റിൽ കുറ്റസമ്മതം. വളരെ നാടകീയമായ ഒരു സംഭവ വികാസം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രതിയെ വേഗത്തിൽ തന്നെ പിടികൂടാനായി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. കൊച്ചിയെ നടുക്കിയ കുഞ്ഞിന്റെ അരും കൊലപാതകം, അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം, എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്താണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത്, എങ്ങനെ ആ ഒരു അന്വേഷണ രീതി എങ്ങനെയാണ്, ആരാണ് അന്വേഷണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തി സംസ്ഥാനം വിട്ട ബീഹാർ റോബിൻഹുഡിനെ 14 മണിക്കൂറിനുള്ളിൽ കുടുക്കിയ സൗത്ത് ACPP രാജ്കുമാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു കേസും അന്വേഷിച്ചത്. വെറും 3 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചു. തിരക്കേറിയ ഇടങ്ങളിൽ ഒന്നുണ്ടായ ഈ ഒരു സംഭവം അതറിഞ്ഞ് 15 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെ ACP രാജ്കുമാറും എത്തി. ജോഷിയുടെ വീട്ടിലെ മോഷണം തെളിയിച്ച സംഘത്തിലുണ്ടായിരുന്ന സൗത്ത് CI പ്രേമാനന്ദ കുമാറും പാലാരിവട്ടം CI റിച്ചാർഡ് വർഗീസുമായിരുന്നു ഇപ്രാവശ്യം ACPക്ക് ഒപ്പമുണ്ടായിരുന്നത്. രാവിലെ 8:30യോടെയാണ് ഈ സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറിയത്. തെറ്റായ വിവരമായിരുന്നു ഫ്ളാറ്റിലുണ്ടായവരിൽ നിന്ന് ആദ്യം പോലീസിന് കിട്ടിയത്. പലപ്പോഴും അന്വേഷണം വഴിമുട്ടിയ ഒരു സന്ദർഭം. ഫ്ളാറ്റുകളിലെ താമസക്കാരിൽ പ്രഗ്നന്റ് ആയ ആരുമില്ല, തുറന്നു കിടന്ന ഗേറ്റിലൂടെ ആരോ ഉള്ളിൽ പ്രവേശിച്ചു, ഇത്തരത്തിലായിരുന്നു ആദ്യ മൊഴി അവിടെയുള്ളവർ നൽകിയത്. എന്നാൽ പിന്നീട് പോലീസിന് ഇത് വലിച്ചെറിഞ്ഞതാകാം എന്ന ആ ഒരു കാര്യം, അതായിരുന്നു തീർച്ചയായിട്ടും ഒരു പ്രധാന ഘടകമായി മാറിയത്. ഫ്ളാറ്റിലുള്ളവർ പറഞ്ഞത് വിശ്വസിക്കാതെ പോലീസ് സംഘം ഓരോ ഫ്ളാറ്റ് കയറി ഇറങ്ങി. വലിയ രീതിയിലുള്ള പരിശോധന തന്നെ ഓരോ ഫ്ളാറ്റിലും കയറി ഇറങ്ങുന്നതിനിടയിൽ നടത്തുകയുണ്ടായി. മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. CCTV ദൃശ്യത്തിൽ നിന്നാണ് കുഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ കിട്ടിയത്. 8:14 ഈ ഒരു കുഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ആ ഒരു സമയം CCTVയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. തറയിൽ വീണതിന് ശേഷം കുഞ്ഞിനെ പൊതിഞ്ഞ കവർ മുകളിലേക്ക് അല്പം ഉയർന്ന് വീണ്ടും നിലം പതിക്കുന്നത് സൂക്ഷ്മ പരിശോധനയിൽ കാണാൻ സാധിച്ചു. 1-2 നിലകളിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉയരത്തിലുള്ള ഫ്ളാറ്റിൽ നിന്നാകും ഇത്തരത്തിൽ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തി. ആ ഫ്ളാറ്റിൽ ഏറ്റവും ഉയരത്തിലുള്ള 7ാം നില, ആ നിലയിലേക്കായിരുന്നു ആദ്യം പോലീസ് എത്തിയത്. അവിടെ നിന്ന് താഴേക്കായിരുന്നു പോലീസിന്റെ അന്വേഷണം. 7ാം നിലയ്ക്ക് മുകളിലെ ടെറസിലേക്ക് എത്താൻ കഴിയുന്നത് ആർക്ക് എന്ന കാര്യമായിരുന്നു വ്യക്തമായി പരിശോധിച്ചത്. പിന്നെ പതിയെ ഓരോ നിലയായി താഴേക്ക്. ഫ്ളാറ്റിലെ താമസക്കാരിൽ നിന്ന് ആരിൽ നിന്നും പോലീസിന് സഹായകരമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല. ഒടുവിൽ 5ാം നിലയിലെത്തി. ശരിക്കും അവിടെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. അറസ്റ്റിലായ യുവതിയുടെ ഫ്ളാറ്റ് 5ാം നിലയിലായിരുന്നു. അവിടെ പോലീസ് എത്തി. ഈ യുവതിയുടെ മാതാപിതാക്കളായിരുന്നു സംസാരിച്ചത്. കൂടെ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിയായ യുവതിയാകട്ടെ പോലീസ് ഇത്തരത്തിൽ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരുന്നു. പോലീസിന് ഈ ഒരു കാര്യത്തിൽ ഒരു അസ്വാഭാവികത തോന്നി. ഇത്രയും വലിയ സംഭവം നടന്നു, ഇത്രയും പോലീസ് അന്വേഷണം നടക്കുന്നു, പോലീസ് വീട്ടുവാതിൽക്കൽ എത്തിയിരിക്കുന്നു, മാതാപിതാക്കളോട് സംസാരിക്കുന്നു, എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ യാതൊരു പ്രതികരണവുമില്ലാതെ യുവതി ഇരിക്കുന്നത് കണ്ട് സംശയം അങ്ങോട്ടേക്ക് നീങ്ങി. പ്രത്യേക തരത്തിലുള്ള ഒരു ഗന്ധം ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഉറപ്പിക്കത്തക്ക തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് നിന്നില്ല. യുവതി മനോവൈകല്യമുള്ള ആളല്ല എന്ന് ഉറപ്പിച്ചായിരുന്നു പോലീസ് വീണ്ടും താഴേക്ക് വന്നത്. എറിഞ്ഞാൽ തെക്ക് വശത്ത് റോഡിലേക്ക് വീഴാൻ തക്ക ബാൽക്കണിയുള്ള ഫ്ളാറ്റുകളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. അങ്ങനെ താമസക്കാരിൽ തന്നെ സംശയം ഉറപ്പിച്ച് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ആമസോൺ കൊറിയറിന്റെ കവറിലെ വിലാസമാണ്. അത് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു പോലീസ് അടുത്ത് നടത്തിയത്. കവറിലെ വിലാസം രക്തം പുരണ്ട് മറഞ്ഞ നിലയിലായിരുന്നു. അതിലെ ബാർകോഡിന്റെ പരിശോധനയിലൂടെ വിലാസം കിട്ടി. ഈ ബാർകോഡിലെ വിലാസം 5ാം നിലയിൽ പോലീസ് അന്വേഷണത്തിനിടയിൽ പ്രത്യേക തരത്തിലുള്ള ഗന്ധം തങ്ങി നിന്ന ആ ഫ്ളാറ്റിൻ്റെതായിരുന്നു. ഏതാണ്ട് പോലീസിന് കാര്യങ്ങൾ മനസ്സിലായി. തുമ്പ് കിട്ടിയ പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വെറും 15 മിനിറ്റ്. ആ 15 മിനിറ്റിനുള്ളിൽ യുവതി കുറ്റസമ്മതം നടത്തി. അപ്പോൾ സമയം 11:30. പ്രസവം നടത്തിയ കുളിമുറി കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു. രക്തത്തുള്ളികൾ ബാക്കിയുണ്ടായിരുന്നു. അതുകൂടി കണ്ടെത്തിയതോടെ യുവതിയുടെ മേൽ കൊലക്കുറ്റം ഉറച്ചു. എന്തായാലും പ്രതിയെ കണ്ടെത്തിയത് ഇങ്ങനെയാണ്.
ആദ്യം പോലീസിന് സംശയം തോന്നിയെങ്കിൽ പോലും ആ അഡ്രസ്സ്, ബാർകോഡിലെ അഡ്രസ്സിലൂടെയാണ് തീർച്ചയായിട്ടും പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചത്. വെറും 3 മണിക്കൂറിനുള്ളിൽ അന്വേഷണം നടത്തി പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചു. ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി സമ്മതിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.